സാവോയും ഗോങ്ങും ഇപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആണല്ലോ. അവർ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ബിസിനസ് ഐഡിയാസ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷണൽ ഈവൻറ്റ് അടുത്തിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോ തയ്യാറാക്കുകയാണ് ഗോങ് അവളുടെ കഫേയിലിരുന്ന്. അത് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നേരം ഒരുപാട് വൈകിയിരുന്നു. അവൻ ഒരുപാട് സമയമായിട്ട് അതിൻ്റെ പുറകെ ആയതിനാൽ ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വയറിന് എന്തൊക്കെയോ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. അതറിഞ്ഞപ്പോൾ സാവോ പെട്ടെന്ന് അവൻ എന്തോ ഒരു ഡ്രിങ്ക് റെഡിയാക്കി നൽകുന്നു. അവൻ്റെ വയറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞാണ് അവളത് അവന് കുടിക്കാൻ നൽകിയത്. അവളിങ്ങനെ ഓടി നടന്ന് ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൻ്റെ വിഷമം ഇതുവരെ പൂർണ്ണമായും മാറിയിട്ടില്ല എന്നാണ് ഗോങ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷമം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണോ അവളിങ്ങനെ ഫുൾ ടൈം ജോലിയിൽ എൻഗേജ് ആയിരിക്കുന്നത്, അതോ ജോലിയോട് ശരിക്കും ഇത്രയ്ക്കും ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് തന്നെയാണോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. അവൻ തന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായിപ്പോയി. ആ പ്രശ്നമൊന്നും ഇപ്പോൾ തന്നെ അലട്ടുന്നില്ല. ശരിക്കും ജോലിയോട് ഇത്രയ്ക്ക് തന്നെ ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നത്. സംശയമുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി തന്നെ നിരീക്ഷിച്ചാൽ മതി. അപ്പോൾ അവന് തന്നെ എന്താണ് സത്യാവസ്ഥയെന്ന് ബോധ്യമായിക്കോളും എന്നൊക്കെ സാവോ പറയുന്നുണ്ട്. അപ്പോഴാണ് തന്നെക്കുറിച്ച് അവളുടെ അഭിപ്രായം എന്താണെന്ന് ഗോങ് അന്വേഷിക്കുന്നത്. അതിന് സാവോ ആദ്യം മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോൾ അവൻ തന്നെ ഒരു റിച്ച് കിഡായിട്ടാണോ അതോ ഒരു പ്ലേ ബോയ് ആയിട്ടാണോ ഇനി അതുമല്ല ഒരു ജീനിയസ് ആയിട്ടാണോ നീ എന്നെ കാണുന്നത്, എന്താണ് നിനക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്നാണ് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, അവനൊരു വിർജിനാണ് എന്നാണ് അവൾ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഗോങ് അത് ചമ്മുന്നുണ്ട്. മാത്രമല്ല അവനത് സമ്മതിച്ചു കൊടുക്കുന്നുമില്ല. എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഓരോ ഗേൾ ഫ്രണ്ടിനെ മാറുമ്പോഴും ഞാൻ ഓരോ പുതിയ കാർ വാങ്ങിക്കാറുണ്ട്. ആരോട് വേണമെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ചോദിച്ചു നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ താനെന്തോ വലിയ സംഭവമാണ് എന്ന് അവളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാവോ ഇതൊന്നും അംഗീകരിക്കാതെ അവൻ പറയുന്ന കള്ളമാണ് എന്നുള്ള രീതിയിൽ അവനെ മൈൻഡ് ചെയ്യാതെ നടക്കുകയാണ്. ഈ സമയത്താണ് ഹൂഷുവും ഷീവും കൂടി അങ്ങോട്ടേക്ക് വന്നത്. അതോടെ ഗോങ് ഷീവിനെ തൻ്റെ സഹായത്തിന് വിളിക്കുന്നു. എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉള്ളതായിട്ട് നിനക്കറിയാമല്ലോ. ഞാൻ എത്ര തവണ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വണ്ടി മാറി കാണും എന്നൊക്കെ അവൻ ഷീവിനോട് ചോദിക്കുന്നുണ്ട്. ഒരു 8-10 തവണ വണ്ടി മാറിയിട്ടുണ്ട് എന്ന് ഷീവ് സമ്മതിക്കുന്നു. അപ്പോഴാണ് അവൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇതുവരെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് സാവോ അവനോട് ചോദിക്കുന്നത്. ശരിക്കും ഷീവ് ആലോചിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സീൻ അവൻ കണ്ടിട്ടേ ഇല്ല. അതോടെ താൻ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് സാവോ വീണ്ടും വാദിക്കുന്നുണ്ട്. ഗോങ് ആണെങ്കിൽ അപ്പോഴും അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവളുടെ പിറകെ നടക്കുകയാണ്. പെട്ടെന്ന് സാവോ അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവൻ്റെ ഷർട്ടിനെ പിടിച്ച് മുന്നോട്ടാണ് അവനെ അടുത്തേക്ക് പിടിക്കുന്നു. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവളുടെ നോട്ടം നേരിടാനുള്ള ശേഷി പോലും ഗോങ്ങിനുണ്ടെന്ന് തോന്നുന്നില്ല. അവൻ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോട്ടം മാറ്റുന്നുണ്ട്. ഈ ഒരു സീൻ കണ്ടിട്ട് ഹൂഷുവും ഷീവും ഒക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അത്രയ്ക്ക് ബോൾഡായിട്ടുള്ള ഒരു മൂവാണ് സാവോ നടത്തിയിരിക്കുന്നത്. ഗോങ് ഒരുപാട് പെൺകുട്ടികളെ പറയുന്നത് പോലെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ അവൻ്റെ സിറ്റുവേഷൻ അതായിരുന്നില്ല. അവൻ അവളുടെ മുഖത്തേക്ക് പോലും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സാവോ പതിയെ പിടിവിടുന്നിട്ട് ഗോങ് പതുക്കെ ചമ്മലോടെ അവിടേക്ക് ഇരിക്കുകയും ചെയ്യുന്നു. പിന്നെ അവൻ അവളോട് തർക്കിക്കാൻ പോകുന്നില്ല. അതിനുശേഷം എല്ലാവരും കൂടി അവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗോങ് ഇതുവരെ താൻ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം തുറന്നു പറയുന്നു. ശരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് താനിങ്ങനെ ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ അവൻ വെറുതെ നുണക്കഥകൾ ഉണ്ടാക്കിയിരുന്നതാണ്. വർഷങ്ങളോളം ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനവൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് സാവോയും ഹൂഷുവും കൂടി അവനെ കുറേ കളിയാക്കുന്നുണ്ട്. അവർ ആ ചെയ്യാൻ പോകുന്ന പ്രൊമോഷണൽ ഈവൻറ്റിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ അന്ന് ഓൺലൈനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഷിന്നിത് കാണാനിടയാവുന്നു. അങ്ങനെ ആ ഈവൻറ്റ് നടക്കുന്ന ദിവസം അവൻ അവിടേക്ക് കുറച്ച് ഫ്ലേവേഴ്സൊക്കെ കൊടുത്തയക്കുന്നുണ്ട്. സാവോയുടെ കഫേയിൽ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൂഷുവും സാവോയും ഒക്കെ നല്ല ബിസി ആയിട്ട് ഓടി നടന്ന ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിയും സഹായത്തിന് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ ഇതുവരെ എത്താനായിട്ടില്ല. പൂക്കൾ കൊണ്ടുവന്ന പുറകെ തന്നെ ഷിൻ നേരിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഷിൻ വരുന്നതിന് കുറച്ച് മുമ്പ് ഹൂഷുവിൻ്റെ ഡ്രസ്സിലേക്ക് കുറച്ച് കോഫി തെറിച്ച് വീണ് അവളുടെ ഡ്രസ്സിലൊക്കെ അതിൻ്റെ കറായിട്ടുണ്ടായിരുന്നു. ഷിൻ വന്നപ്പോൾ തന്നെ ഇത് കാണുന്നുണ്ട്. അവളോട് അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നു. അത് ക്ലീൻ ചെയ്യാൻ പോവുകയായിരുന്നു എന്ന് അവൾ പറയുന്നു. അവന് അവിടെ ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് എന്താണ് അവരുടെ ഈവൻറ്റിൻ്റെ ഐഡിയ എന്നൊക്കെ അവൾ തന്നെയാണ് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. ഈ സമയത്ത് ഗോങ് ഇങ്ങനെ ഷിൻ അവിടെ എത്തിയിട്ടുണ്ട്, ഹൂഷുവിൻ്റെ അടുത്ത് നിൽപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷീവന് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അവന് ആ സമയത്ത് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ആരുമായോ ഒരു മീറ്റിംഗ് അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കിലാണവൻ. ഹൂഷു വാഷ്റൂമിൽ പോയി ആ ഡ്രസ്സിൽ വീണ കറയൊക്കെ കഴുകി കളഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഷിൻ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സ് അവൾക്ക് നീട്ടിയിട്ട് അതൊരു സ്കാർഫാണ്, അത് കഴുത്തിൽ ചുറ്റിയാൽ ആ പാട് മറ്റാരും കാണില്ല, അത് മറയ്ക്കാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് സമ്മാനിക്കാൻ തുടങ്ങുന്നു. ഹൂഷു അത് വാങ്ങാൻ തയ്യാറാവുന്നില്ല. ഇത്ര പെട്ടെന്ന് അവനത് അവിടെ നിന്ന് സംഘടിപ്പിച്ചുവെന്നും അവൾ ചോദിക്കുന്നുണ്ട്. നേരത്തെ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അവൻ ഓർഡർ ചെയ്തതായിരുന്നു അത്. അവനിങ്ങനെ അത് അവൾക്ക് നീട്ടിക്കൊണ്ട് നിൽക്കുന്നതും അതുവഴി വന്ന് ഗോങ് കാണാനിടയാവുന്നു. അവൻ അവരുടെ അടുത്തേക്ക് പോകാതെ പെട്ടെന്ന് മാറി നിന്നിട്ട് ഈ വിവരവും ഷിയുവിനെ അറിയിക്കുന്നുണ്ട്. അന്നത്തെ ആ പ്രൊമോഷണൽ ഈവൻറ്റ് ശരിക്കും സക്സസ് ആയിരുന്നു സാവോയ്ക്ക്. അന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ അവളുടെ ബിസിനസ് നല്ല രീതിയിൽ കൂടുകയും അവളുടെ ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കുറേ അധികം ഫോളോവേഴ്സിനെ കിട്ടുകയും ചെയ്യുന്നു. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ 50,000 ഫോളോവേഴ്സിനെ കിട്ടും.
അത് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നൊക്കെ അവൾ അന്ന് വൈകിട്ട് ഗോങ്ങിനോട് പറയുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നേടിയെടുക്കാൻ സഹായിച്ചത് അവൻ്റെ ഐഡിയാസ് ആണ് എന്ന് പറഞ്ഞ് അവൾ അവന് സ്പെഷ്യൽ താങ്ക്സ് പറയുകയും അവൻ്റെ കഴിവിനെ കുറെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഗെയിം സെൻറ്റർ വളരെ വലിയ നിലയിൽ എത്തുമെന്നും സാവു പറയുന്നു. അവളിങ്ങനെ മുഖത്ത് നോക്കി പുകഴ്ത്തി പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഗോങ്ങിന് അധിക സമയം അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അവൻ നാണം വന്നതുപോലെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവനിങ്ങനെ ചമ്മലോടെ എഴുന്നേറ്റ് പോവുകയാണെന്ന് സാവോയ്ക്ക് മനസ്സിലാവുന്നു. അവൾ അതും പറഞ്ഞ് അവിടെ ഇരുന്ന് ചിരിക്കുന്നുമുണ്ട്. ഹൂഷു ശിവനെ മീറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് അവൾ അവിടെ കണ്ടൊരു വ്യൂവിൻ്റെ ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുക്കാനായി തുടങ്ങുന്നു. ഈ സമയത്ത് ഇങ്ങനെ പുറകിലേക്ക് നീങ്ങുന്നതിനിടയിൽ അതുവഴി വന്ന ഒരു വണ്ടി അവളെ ഇടിക്കേണ്ടതായിരുന്നു. തക്ക സമയത്ത് ഷിയു അവിടെ എത്തി അവളെ പിടിച്ച് മാറ്റിയതുകൊണ്ട് അപകടമൊന്നും പറ്റിയില്ല. ശ്രദ്ധയില്ലാതെ അങ്ങനെ നടക്കുന്നതിന് അവളെ വഴക്ക് പറയുന്നു. ഉഷു ഈ സമയം അവളുടെ തലയിൽ ഒരു സ്കാർഫ് കെട്ടിയിട്ടുണ്ട്. സ്കാർഫിൻ്റെ കാര്യമൊക്കെ ഗോങ് പറഞ്ഞ് അറിഞ്ഞിരുന്നതിനാൽ അത് ഷിൻ നൽകിയതാണ് എന്നാണ് ഷിയു ഇപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവനത് ചോദിച്ചപ്പോൾ ഹൂഷു അവനെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം അത് തന്നെയാണ്, അതിന് എന്താ കുഴപ്പം, വളരെ ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒന്നുകൂടി അവനെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഷിയു അത് അയച്ചു കളയാൻ തുടങ്ങിയപ്പോഴാണ് അത് സാവോയുടെ കഫയിലെ സ്കാർഫാണ് എന്ന് അവന് മനസ്സിലാവുന്നത്. അതിൻ്റെ പേര് അതിലുണ്ടായിരുന്നു. അവൾ തന്നെ മനഃപൂർവ്വം കബളിപ്പിക്കാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അവൻ അവളെ അടുത്തേക്ക് പിടിച്ചിട്ട് നീ എന്നെ കബളിപ്പിക്കായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കുറേ സമയം രണ്ടുപേരും കൂടി ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നു. ഷിൻ അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തൊക്കെയോ അവൻ ചെക്ക് ചെയ്തുവെന്ന് അയാൾ അറിഞ്ഞിരുന്നു. അതിനെപ്പറ്റി ചോദിക്കാനായിരുന്നു അയാൾ ഇങ്ങനെ അവനെ വെയിറ്റ് ചെയ്തിരുന്നത്. ജനറൽ മാനേജറായ താൻ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ഷിൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ അച്ഛന് ആ ചോദ്യം പോലും ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഒരു ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അവനെ കുറേ തല്ലുന്നുണ്ട്. മുഖത്തു നിന്നൊക്കെ ചോര ഒലിപ്പിച്ചുകൊണ്ടാണ് ഷിൻ റൂമിലേക്ക് എത്തിയത്. അവൻ്റെ കൈവശം ഒരു പാക്കറ്റും ഉണ്ടായിരുന്നു. ഹൂഷുവിന് വേണ്ടി വാങ്ങിയ സ്കാർഫായിരുന്നു അതിലുണ്ടായിരുന്നത്. അവൾ അവനത് സമ്മാനിച്ചപ്പോൾ വാങ്ങാൻ തയ്യാറായിരുന്നില്ലല്ലോ. അവൻ കുറേ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അത്ര വില കൂടിയൊരു സമ്മാനം വാങ്ങാനുള്ള അർഹത തനിക്കില്ല എന്ന് പറഞ്ഞ് ഹൂഷു അത് ഒഴിവാക്കുകയായിരുന്നു. ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന മുഖം ഹൂഷുവിൻ്റേതാണ്. അവളെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവൻ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഹൂഷുവും ഷീവും കൂടി നേരെ ഷീവിൻ്റെ റൂമിലേക്കാണ് പോയത്. അവിടെ നിന്ന് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൻ പാത്രമൊക്കെ കഴുകാനായി പോയ സമയത്ത് അവൾ ആ റൂമൊക്കെ ഒന്ന് നടന്ന് കാണുന്നു. അപ്പോഴാണ് അവിടെ ഒരു പിയാനോ ഇരിക്കുന്ന അവൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവൾ അതിൻ്റെ അടുത്ത് പോയിരിക്കുന്നു. അപ്പോഴേക്കും 2 ഗ്ലാസ്സിൽ വൈനുമായിട്ട് ഷീവും അങ്ങോട്ടേക്ക് വരുന്നു. അവൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് അവന് സമ്മാനിച്ചതായിരുന്നു ആ പിയാനോ. പക്ഷേ അന്ന് അവന് പിയാനോ പഠിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ അതിൽ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധമായി പോയി എന്നൊക്കെ അച്ഛനെ ഓർത്തുകൊണ്ട് അവൻ കുറച്ച് വിഷമത്തോടെ പറയുന്നു. ഹൂഷുവിന് പിയാനോ വായിക്കാൻ കുറച്ചൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കേൾപ്പിക്കാനായി അതിൽ ഒരു മ്യൂസിക് വായിച്ച് കേൾപ്പിക്കുന്നുമുണ്ട്. അവൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവനെ കൂടി അടുത്ത് പിടിച്ചിരുത്തി അവനെ കൊണ്ട് അവൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുന്നു. അവന് താല്പര്യമുണ്ടെങ്കിൽ ഭാവിയിൽ അവനെ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി കുറേ സമയം അവിടെ ഇരുന്ന് പിയാനോ പ്ലേ ചെയ്യുന്നു. ഷീവിൻ്റെ അമ്മയും ഷീനിൻ്റെ അച്ഛനും കൂടി അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോൾ ഷീൻ അവർക്കൊപ്പം കഴിക്കാനിരിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവനിങ്ങനെ ഒരുമിച്ച് കഴിക്കാൻ വരാറില്ല എന്നുള്ള കാര്യം അമ്മ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അച്ഛനും മകനും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അവർ അയാളോട് ചോദിക്കുന്നു. എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്, അവന് ചിലപ്പോൾ ജോലി തിരക്കുകൊണ്ടായിരിക്കും വരാത്തതെന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ അങ്ങനെ അവനെ ഉപദ്രവിച്ചോന്നും ഇവർ അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇനി ആ പെൺകുട്ടിയുടെ കാര്യം കൊണ്ടായിരിക്കുമോ എന്ന് അമ്മ അവിടെ ഇരുന്ന് സ്വയം പറയുന്നത്. അത് അച്ഛൻ കേൾക്കാനിടയാവുന്നു. ഏത് പെൺകുട്ടിയുടെ കാര്യമാണെന്ന് അയാൾ ചോദിച്ചിട്ട് അമ്മ കൂടുതലൊന്നും പറയുന്നില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ ഷീനിന് ഏതോ പെൺകുട്ടിയോട് താല്പര്യമുണ്ട് എന്ന് അയാൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അടുത്ത ദിവസം ഓഫീസിൽ നിൽക്കുമ്പോഴാണ് ഷീൻ കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് തിരികെ കൊടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഹൂഷു ശ്രദ്ധിക്കുന്നത്. അവൾ അതുമായി ഷീവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അതൊന്ന് ഷിന്നിനെ തിരികെ കൊണ്ടെത്തിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ മുകളിലത്തെ വിൻഡോയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. താഴെ ഒരു കാറ് കുറേ സമയമായി നിർത്തിയിട്ടിരിക്കുന്നത് ഇനി മുമ്പ് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഷിന്നിന് എന്തായാലും ഈ ലഞ്ച് ബോക്സ് തിരികെ വേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തിരികെ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അത് ശരിയല്ല, തിരികെ കൊടുക്കേണ്ടത് മര്യാദയാണ് എന്ന് പറഞ്ഞ് ഹൂഷു അവനെ നിർബന്ധിക്കുന്നു. ആദ്യമൊക്കെ ഗമയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവൾ നേരിട്ട് തിരികെ കൊണ്ട് കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ താൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് അവൻ പറയുന്നു. ഹൂഷുവിന് സാവോയുടെ കഫയിലേക്ക് അത്യാവശ്യമായിരുന്നു പോവേണ്ടതുണ്ട്. പക്ഷേ ഷീവിന് എന്തോ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് അവൻ ആ സമയത്ത് ചെല്ലാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവളോടൊപ്പം പോയിക്കോളാൻ അവൻ പറയുന്നുണ്ട്. ഹൂഷു എന്തോ രഹസ്യം പറയാനുള്ളത് പോലെ അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവൻ്റെ മുഖത്ത് പെട്ടെന്ന് കിസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഓടി പോയത്. അവൾ താഴെ കൂടി പോകുന്നതും അവൻ ആ വിൻഡോയുടെ അടുത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് പോയ പുറകിൽ തന്നെ അവിടെ നിർത്തിയിട്ടിരുന്ന ആ വണ്ടി അവിടെ നിന്ന് പോകുന്നതും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ജിയോ അത്യാവശ്യമായി മീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത് അങ്കിൾ ഷൂനായിരുന്നു. ഷിനിൻ്റെ കമ്പനി ടെർമിനേറ്റ് ചെയ്ത ആ സപ്ലയറുടെ ഡീറ്റെയിൽസ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുമായിട്ടായിരുന്നു അദ്ദേഹം അവനെ കാണാനായിട്ട് വന്നത്. അതിൻ്റെ ഓണറുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. അയാളുടെ പേര് ഹ്വാങ് എന്നാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വന്ന ഷിനിൻ്റെ അച്ഛനെ മീറ്റ് ചെയ്ത ആളുടെ മുഖം ഷീവിന് അത്ര വ്യക്തമായി ഓർമ്മയില്ലെങ്കിലും ഫോട്ടോയിൽ കാണുന്ന ആളുടെ രൂപവുമായി സാമ്യമുള്ളതാണ് അത് എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല അയാളുടെ സംസാര രീതി ഇവിടുത്തേതുപോലെയല്ല, മറ്റൊരു ആക്സെൻ്റ് ആണ് എന്ന്
അങ്കിൾ പറയുക കൂടി ചെയ്തപ്പോൾ അയാൾ തന്നെ ആയിരിക്കണം അന്ന് വന്നതെന്ന് അവൻ ഉറപ്പിക്കുന്നുണ്ട്. അയാളുടെ കമ്പനി വളരെ മോശം രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇത്രയും കാലം ആ കമ്പനി നിലനിന്നത് തന്നെ ഷിന്നിൻ്റെ അച്ഛൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഈ കമ്പനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റ് അയാൾ ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി അയാൾക്ക് പുതിയ ഒരുപാട് മെഷീനറീസൊക്കെ വാങ്ങേണ്ടി വരും, ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമായി വരും എന്നൊക്കെ കൂടി അങ്കിൾ അവനെ അറിയിക്കുന്നുണ്ട്. ഈ ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് എന്തോ പദ്ധതി ഷിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹൂഷു സാവോയുടെ കഫേയിൽ ഹെൽപ്പിനായി പോയതായിരുന്നല്ലോ. സാവോയുടെ കഫേയിൽ ഇപ്പോൾ ശരിക്കും തിരക്കാണ്. രാത്രി ഒരുപാട് വൈകിട്ടും സാവോ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോങ്ങം അവിടെ തന്നെ ഉണ്ട്. കുറേ കാലമായിട്ട് ഇങ്ങനെ ബിസിനസ്സും മറ്റു പല പ്രശ്നങ്ങളുമായിട്ട് ആകെ തിരക്കാണല്ലോ. അതുകൊണ്ട് ചെറിയൊരു വെക്കേഷൻ എടുത്താലോ, ഈ വീക്കെൻഡിൽ ഒരു ട്രിപ്പ് പോയാലോ എന്ന് ഗോങ് ഈ സമയത്ത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സാവോയും അത് സമ്മതിക്കുന്നു. പക്ഷേ ഹൂഷുവിനെ കൂടി വിളിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ഗോങ് അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നു. ഹൂഷു ശിവനെ കൂടി വിളിക്കാനും അവൻ പറയുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ഹൂഷു ശിവനോട് വിവരം പറയുന്നു. 2 ദിവസത്തേക്കും ഒരു രാത്രിയിലേക്കുമായിട്ടൊരു ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവൻ ഫ്രീ ആണോ എന്നാണ് അവൾ അന്വേഷിച്ചത്. അവൻ ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് പോകാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. ഒരു രാത്രി സ്റ്റേ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ അവൻ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട്, നല്ല സന്തോഷത്തോടെ സമ്മതിക്കുന്നു. തങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ട്രിപ്പായിരിക്കും എന്നായിരുന്നു അവൻ കരുതിയത്. സാവോയും ഗോങ്ങും വരുന്ന വിവരം അവൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് അവൻ ട്രിപ്പിന് പോകേണ്ട ദിവസം ഹൂഷുവിനെ പിക്ക് ചെയ്യാനായി ചെന്നത്. ഹൂഷു വന്നപ്പോൾ സന്തോഷത്തോടെ പെട്ടിയൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് പോകാനായി തയ്യാറെടുക്കുന്നു. അപ്പോഴാണ് ഗോങ്ങും സാമുവും കൂടി അങ്ങോട്ടേക്ക് വന്നത്. അതോടെ ശിവന്റെ മുഖം തന്നെ മാറുന്നുണ്ട്. അവന്റെ മുഖം മാറിയത് ഗോങ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വണ്ടിയിലിരിക്കുമ്പോൾ തങ്ങൾ വരുന്ന വിവരം ഹൂഷു അവനോട് പറഞ്ഞിരുന്നില്ല എന്ന് ഗോങ് അവളോട് ചോദിക്കുന്നു. പറയാൻ വിട്ടുപോയെന്ന് ഹൂഷു പറഞ്ഞപ്പോൾ ശിവന്റെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടി അവൻ എന്തൊക്കെയോ കോംപ്രമൈസിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. സാവോ ഈ സമയത്ത് വണ്ടിയിൽ നിന്ന് സൺസ്ക്രീൻ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ കോംപ്രമൈസിന് വേണ്ടി സംസാരിക്കുന്നത് കേട്ടപ്പോൾ വെറുതെ അല്ല നിനക്ക് നിൻ്റെ ഗെയിം സെൻറ്റർ ഇത്ര നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്. ഇങ്ങനെ എല്ലാവരെയും കാല് പിടിക്കാൻ നല്ല വശമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സാവോ അവനെ കളിയാക്കുന്നുണ്ട്. അതോടെ ഇത്രയും സൺസ്ക്രീൻ വാരിപ്പത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അവൻ തിരിച്ച് അവളെയും കളിയാക്കുന്നു. അപ്പോഴാണ് ഹൂഷുവിന് സൺസ്ക്രീനിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ അവളും അതെടുത്ത് തേക്കാൻ തുടങ്ങുന്നു. ഷിയു ഡ്രൈവ് ചെയ്യുകയായിരുന്നതിനാൽ തൻ്റെ കൈ അവളുടെ നേർക്ക് നീട്ടിയിട്ട് അവിടെ അത് പൊട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഹൂഷു തന്നെ അവൻ്റെ കയ്യിൽ സൺസ്ക്രീൻ തേച്ച് കൊടുക്കുന്നു. ഗോങ് സാവോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നതിനാൽ കുറച്ച് കഴിഞ്ഞാണ് ഇത് കാണുന്നത്. അത് കണ്ടതോടെ എനിക്കിതൊന്നും കാണാൻ വയ്യ എന്ന മട്ടിൽ അവൻ വേഗം കൂളിംഗ് ഗ്ലാസ് എടുത്ത് വയ്ക്കുന്നുണ്ട്. അവർ ഡെസ്റ്റിനേഷനിലെത്തിക്കഴിഞ്ഞ് ഹോട്ടൽ ബുക്ക് ചെയ്യാനായി ചെയ്യുന്ന നിൽക്കുന്ന സമയത്ത് ഹൂഷുവിനും ഷീവനും കൂടി ഒരു റൂം ബുക്ക് ചെയ്താൽ മതിയോ എന്ന് ഗോങ് അവനോട് ചോദിക്കുന്നുണ്ട്. ഷീവന് അതിന് നല്ല താല്പര്യമുണ്ട്. പക്ഷേ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്ന ഹൂഷുവും സാമുവും ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. മാത്രമല്ല സാമു ഈ സമയത്ത് മുന്നിലേക്ക് എന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു റൂം മതി എന്ന് പറഞ്ഞ് ഒരു റൂമിൻ്റെ കീ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതോടെ ഷീവൻ്റെ സകല പ്രതീക്ഷകളും തീരുന്നു. റൂമിൽ പോയി ഫ്രഷ് ആയ ശേഷം എല്ലാവരും കൂടി സൈറ്റ് സീയിങ് ഇറങ്ങുന്നുണ്ട്. ആദ്യം അവർ ഫെറി വീലിൽ കയറാനാണ് പോയത്. ഹൂഷുവും ഷീവും കൂടി ഒരു ബോക്സിലേക്ക് കയറിയപ്പോൾ ഗോങ്ങും പിന്നാലെ കയറാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സാം അവനെ പിടിച്ചു നിർത്തിയിട്ട് അവരെ ഒറ്റയ്ക്ക് കുറച്ച് സമയം എൻജോയ് ചെയ്യാൻ സമ്മതിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അടുത്ത ബോക്സിലാണ് കയറിയത്. കുറേ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഷിയു ഹൂഷുവിൻ്റെ കയ്യിൽ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അവൾക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. അത് ഇതുവരെ നൽകാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. ഇപ്പോഴാണ് പറ്റിയ സാഹചര്യം ഒത്തു വന്നതെന്ന് അവൻ പറയുന്നുണ്ട്. ഹൂഷുവിനത് ശരിക്കും ഇഷ്ടപ്പെടുന്നു. അതിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുപാട് സമയം എൻജോയ് ചെയ്യുന്നുണ്ട്. പല കളികൾ കളിച്ചും ടെൻ്റ് ഉണ്ടാക്കി അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തും പിന്നെ സൈക്ലിംഗ് നടത്തിയുമൊക്കെ അവർ ആ വെക്കേഷൻ ശരിക്കും എൻജോയ് ചെയ്യുന്നു. ഹൂഷുവും ഷിയും കൂടി സൈക്ലിങ്ങിന് പോയ സമയത്ത് ഒരു വിഷ് ഫൗണ്ടൻ കാണുന്നുണ്ട്. അവിടെ കുറച്ച് പേർ നിന്ന് അതിലേക്ക് നാണയങ്ങളൊക്കെ എറിയുന്നതുകൊണ്ട് ഇവരും അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ ഫൗണ്ടൻ്റെ ഉള്ളിൽ 1-2 ചെറിയ കുടങ്ങളുണ്ടായിരുന്നു. നാണയങ്ങൾ എറിയുമ്പോൾ അതിലേക്ക് വീഴുകയാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് നടക്കും എന്നൊക്കെയാണ് വിശ്വാസം. ഹൂഷു തിരിഞ്ഞപ്പോൾ അവൾക്ക് ആകെ ഒരു നാണയമേ കിട്ടുന്നുള്ളൂ. ആ സ്പ്രിംഗ് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഷിയു എന്തോ ഒരു ആഗ്രഹം നടക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അവൻ്റെ ആ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ നാണയം അതിലേക്ക് ഇട്ട് നോക്കാൻ അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൻ ട്രൈ ചെയ്യുന്നു. പക്ഷേ ആ കുടത്തിലായിരുന്നില്ല അത് വീഴുന്നത്. വേറെ നാണയമൊന്നും അവരുടെ കൈവശമില്ലാത്തതുകൊണ്ട് തൽക്കാലം അവർക്ക് മതിയാക്കിയിട്ട് വരുന്നു. ഈ സമയത്ത് ഗോങ് ഷീവിനെ വിളിച്ചിട്ട് അർജൻറ്റായിട്ട് ഒരു വീഡിയോ കോൺഫറൻസ് കോൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഗെയിം സെൻറ്ററിൻ്റെ എന്തോ പുതിയ എഫക്ട്സിൻ്റെ കാര്യങ്ങളുമൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോളാണ്. അതുകൊണ്ട് അവൻ കൂടി അറ്റൻഡ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് തിരികെ ചെല്ലാൻ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തൽക്കാലം ട്രിപ്പൊക്കെ മതിയാക്കി തിരികെ ഹോട്ടലിലേക്ക് പോകുന്നു. ഷിയോ വീഡിയോ കോൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഹൂഷു അവനോട് പെർമിഷൻ ചോദിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാൻ പോകുന്നുണ്ട്. സാവോയുടെ കൂടെ പോയിക്കോളാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൾ പോയത്. അവരുടെ വീഡിയോ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ സമയത്താണ് സാവോ വന്ന് വാതിൽ മുട്ടിയത്. അങ്ങനെ ഗോങ് ചെന്ന് ഡോർ തുറക്കുന്നു. ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് അവരെ വിളിക്കാൻ വന്നായിരുന്നു അവൾ. ഷിയു അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചപ്പോഴാണ് ഹൂഷുവിനെ അവൾ കണ്ടില്ല എന്നറിയുന്നത്. ഹൂഷു എവിടെ പോയതായിരിക്കും എന്ന് കരുതി ഷിയു അവളെ അന്വേഷിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. അവരോട് ഫുഡ് കഴിക്കാനായി പോയിക്കൊള്ളാനും പറയുന്നു. ഷിയു ഹൂഷുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. പക്ഷെ കോൾ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് എതിരെ വന്ന 2 പേർ അവിടെ എന്തോ അപകടം നടന്നതിനെ പറ്റിയും ആംബുലൻസ് വരുന്നതിനെ പറ്റിയും ഒക്കെ പറയുന്നത് അവൻ കേട്ടത്. എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചറിഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. അവിടെ കുറച്ച് ആളുകളൊക്കെ കൂടി നിൽപ്പുണ്ടായിരുന്നു.
ഷിയുവിന് അങ്ങോട്ടേക്ക് ഓടുന്ന സമയത്ത് ചെറുപ്പത്തിൽ അച്ഛൻ്റെ ആക്സിഡൻറ്റ് വിവരം അറിഞ്ഞ് ആ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയതിനെ കുറിച്ചാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും അവന് നല്ല വെപ്രാളമുണ്ട്. ആ ഒരു പേടിയോടെയാണ് അവൻ ഈ സംഭവം നടക്കുന്നിടത്തേക്ക് പോകുന്നത്. പക്ഷെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ അപകടം പറ്റിയിരിക്കുന്നത് ഹൂഷുവിനല്ല, മറ്റൊരു പയ്യൻ അവൻ്റെ ലവറുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നതിൻ്റെ വിഷമത്തിൽ എന്തോ അബദ്ധം കാണിച്ചതാണ് എന്നൊക്കെ അവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആശ്വാസത്തോടെ അവൻ അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് ഹൂഷു കുറേ ദൂരെ നിന്ന് എന്തോ ഒരു സാധനം കയ്യിൽ പൊക്കി പിടിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിക്കുന്നത് കാണുന്നത്. അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്.